ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബോക്സിക് മീഡിയ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വൈഫൈ കാർഡിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. എന്താണ് വൈഫൈ കാർഡ് എങ്ങനെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതും അത് വെച്ചിട്ട് എങ്ങനെ വൈഫൈ കണക്ട് ചെയ്യാന്നുള്ളതുമാണ്. സോ ഇതിന് മുമ്പ് ഞാനൊരു വൈഫൈ ഡോങ്കിളിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് അത്യാവശ്യം റീച്ച് കയറിയുകൊണ്ട് അതിൽ വന്ന കമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ നമ്മളെ അടുത്ത് ഇവിടെ ഉള്ള ഒരു വൈഫൈ കാർഡ് എന്ന് വെച്ചാൽ TP-Linkൻ്റെ ഒരു 300 Mbps സ്പീഡ് വരുന്ന ഒരു വൈഫൈ കാർഡാണ്. സോ ഇതാണ് ഇതിന് സംഭവം. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ 300 MB/s സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് പോലത്തെ സംഭവമാണ്. ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ PCയിൽ ഒരു PCI സ്ലോട്ട് ഉണ്ടാവും. വൈഫൈ കാർഡിനുള്ള ഒരു സ്ലോട്ട് ഉണ്ടാവും. അതിൽ നമ്മൾ ഡയറക്റ്റ്ലി പ്ലഗ് ചെയ്യുക. ചില മദർ ബോർഡിൽ അത് അവൈലബിൾ ആയിട്ടിരിക്കില്ല. അങ്ങനത്തെ മദർ ബോർഡിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ വൈഫൈ ഡോങ്കിൾ ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ ഇതേപോലെ PCI സ്ലോട്ടിലുള്ള മദർ ബോർഡിലാണ് നമ്മൾ ഈ വൈഫൈ കാർഡ് യൂസ് ചെയ്യുന്നത്. ഈ വൈഫൈ ഡോങ്കിൾ യൂസ് ചെയ്തിട്ട് വൈഫൈ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈഫൈ കാർഡ് ആകുമ്പോൾ നമുക്കൊന്നും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ കിട്ടും, ഒന്നും കൂടി സ്പീഡായിട്ട് കിട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. ഒന്നും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ആവുന്നില്ല നെറ്റ്വർക്ക്. അതാണ് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട്. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് കാണിച്ചാൽ വേണ്ടി ഞാൻ PC ഒക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് വീണ്ടും ഊരിയതാണ്. സോ ഇതാണ് നമ്മളെ വൈഫൈ കാർഡ്. എനിക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതിനൊപ്പം കണക്ട് ചെയ്യാൻ 2 ആൻറ്റിനാസും വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ PC ഊരിയിട്ടുണ്ട്. അതിൽ വെച്ച് കാണിച്ചാൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ അതെന്താ വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ PCയിൽ PCI സ്ലോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വൈഫൈയുടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. പിന്നെ വേറെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ അപ്പം നമുക്ക് PCയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചാൽ. സോ നമ്മൾ വൈഫൈ കാർഡ് ഇതാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ട സ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. ഞാനിവിടെ കണക്ട് ചെയ്ത് തരുന്നത് ഇതിലാണ്. സോ ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ പോകുന്നത് PCI എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലോട്ടാണിത്. അതിന് മുകളിലുള്ള നമ്മൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്ലോട്ടാണ്. ഇതൊരു PCI സ്ലോട്ടാണ്. സോ ഈ സ്ലോട്ടിലാണ് നമ്മൾ ഈ ഒരു വൈഫൈ കാർഡ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. അത് ടൈറ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു വൈഫൈ കാർഡ് ഇളകി പോവാതെ ഫിക്സ് ആയിട്ടിരിക്കണം. അതിനിവിടെ ഒരു സ്ക്രൂ പോർഷൻ ഉണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്യണം സ്ക്രൂ വെച്ചിട്ട്. ഇവിടെ നമുക്ക് സ്ക്രൂ കിട്ടും. ആ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് നോക്കുന്നത്. ടൈറ്റ് ചെയ്തിട്ട് കാണിച്ചത് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഇളകി പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ആൻറ്റീന ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് സ്ക്രൂ 2 ആൻറ്റീന ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡ് സെറ്റാണ്. ഇനി നമുക്ക് ഒന്നുമില്ല, ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ മോണിറ്ററിൽ കാണിച്ചു തരാം. നമ്മൾ PC ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്താ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാർഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലൈറ്റ് കത്തുന്നത് നോക്കുക ബാക്കിൽ. അത് കത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലപോലെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഇൻ കേസ് ഈ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ആ കണക്ഷൻ നമ്മൾ ഒന്നും കൂടി പ്രോപ്പറായിട്ട് ഒന്നും കൂടി ഊരിയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ശരിയാവും. കണക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ഒരു കാർഡ് കണക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ വൈഫൈയുടെ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി വൈഫൈ. അത്രേ ഉള്ളൂ. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള നമുക്കൊരു കണക്ഷനാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനാണ് ഈ ഒരു വൈഫൈ കാർഡ് വെച്ചിട്ട് കിട്ടുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു കാർഡ് ആ ഒരു സ്ലോട്ടിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് PC ഓൺ ആക്കിയാൽ അവിടെ വൈഫൈയുടെ ഇൻഡിക്കേഷൻ വരും. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്താൽ നമുക്ക് സ്റ്റേബിളായിട്ട് വൈഫൈ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ എന്തെങ്കിലും നമുക്ക് ട്രബിൾ ഷൂട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ആ ആപ്പ് വെച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ വീക്ക്ലി വൺസ് എങ്കിലും ഞാൻ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. താങ്ക് യു.